അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാനൊന്ന് വിളിച്ചിരുന്നു. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അന്ന് കുറേ സങ്കടങ്ങളും പരാതികളും ഒക്കെ എന്നോട് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരിയാണ്. ഇന്നും അതേമാതിരി ഞാൻ രാവിലെ വിളിച്ചപ്പോൾ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. 1 മണിക്കൂർ 1.5 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ വേദനിപ്പിക്കുന്ന സങ്കടം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് വെച്ചൊരു വീഡിയോ ചെയ്യാം. ആരെങ്കിലും ഇനി അങ്ങനെ ആരെങ്കിലും ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇന്ന് നെറ്റ് ഫോണില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം. പഴയ വയസ്സായ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ചെറിയ ഫോൺ കൊണ്ട് കിടക്കണ്ട. ഇനി ചെറിയ ഫോൺ വിളിക്കാനുള്ള ആവശ്യത്തിന് കൊണ്ട് നടക്കുന്നവരുടെ കയ്യിലും ഈ ടച്ച് ഫോണുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞത് അവളെ നമ്പർ പബ്ലിക്കാക്കിയിരുന്നു. ഈ നമ്പറിലേക്ക് വന്ന കോളിനെ പറ്റിയാണ് അവൾ സംസാരിച്ചത്. അപ്പോൾ നമ്പർ പബ്ലിക്കാക്കാനുള്ള കാരണം തീരെ വയ്യാത്ത ഒരാളാണ് അവൾ. അവരുടെ മോനും വയ്യ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഓരോരുത്തരും ഓരോരോ സഹായങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് രോഗികളാണെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കൊടുക്കണു, വീട്ടിൽ കരിയും സാധനങ്ങൾ കൊണ്ടു കൊടുക്കണു, പ്രായമായ ബാപ്പന്മാരും ബാപ്പയും ഉമ്മയും ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അവിടെ അവരെത്തിപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണു. തീരെ നിവർത്തില്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ടൊക്കെ മറച്ചുകൊണ്ട് വീട് വെച്ചിരിക്കുന്നവർക്ക് സ്വന്തമായി ഒരു വീട്, ചെറുതാണെങ്കിലും ഒരു സ്വന്തം എന്ന് പറയാൻ വേണ്ടി അടച്ചുപൂട്ടി കിടക്കാൻ പറ്റുന്ന മാതിരത്തെ ഒരു വീട് ചില ആൾക്കാർ നല്ല മനസ്സുള്ളവർ വെച്ചു കൊടുക്കണു. അത് ചിലപ്പോൾ അവരെ സ്വന്തം കാശാവാം, അല്ലെങ്കിൽ അവരെ ഒരു കൂട്ടായ്മയിലൂടെ ചെയ്തു കൊടുക്കുന്നതാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള വീഡിയോസുകൾ ഈ സ്ത്രീകൾ വീട്ടിലിരുന്ന് കാണും. അപ്പോൾ തീരെ വയ്യാതെ ഇരിക്കുന്ന ആളാണെങ്കിൽ അപ്പോൾ ചിന്തിക്കും, ഞാനും എൻ്റെ നമ്പർ പബ്ലിക്കാക്കി ഇതേമാതിരി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും എന്തെങ്കിലും സഹായം കിട്ടൂലേ, ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കൂലേ എന്ന് വിചാരിച്ചിട്ട് നമ്പർ പബ്ലിക്കാക്കുന്നതാണ്. അങ്ങനെ ഒരു വീഡിയോസും ഇടുന്നതാണ്. പക്ഷെ ആ സഹോദരിക്ക് വന്ന ഫോൺ കോളുകൾ രാത്രി 12 മണിക്ക് 3 മണിക്ക് ഒരേ ആൾ തന്നെ പല നമ്പറിൽ നിന്നും വിളിച്ചിട്ട് ആജ്ഞാപിക്കുകയാണെന്ന് പറയണത്. കാരണം ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കണടി, അത്തരം സംസാരങ്ങളാണ് സംസാരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വല്ലാത്ത വേദനയോടുകൂടി എൻ്റെ അടുത്ത് പറയുകയാണ്. കാരണം എൻ്റെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, മരുന്നിന് പൈസ ഇല്ലാത്തത് കൊണ്ട്, എൻ്റെ കുട്ടിക്കും സുഖമില്ല, ഞാനും കിടപ്പ് രോഗിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം എല്ലാവരും കൂടി ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്പർ ഇട്ടത്. അതിൽ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും ഒരേമാതിരിയാണെന്ന്, ആരും കുറ്റക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലവർ ഏത് നേരത്ത് വിളിച്ചാലും ഫോൺ എടുക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചിലവർ സംസാരിക്കില്ല. ചിലവർ നമ്പർ പബ്ലിക്കാക്കും, ചിലവർ പബ്ലിക്കാക്കില്ല. പേടി കൊണ്ടാണത്. ഞാനും പബ്ലിക്കാത്തത് എനിക്ക് പേടി കൊണ്ടാണ്. അപ്പോൾ ആ സഹോദരി പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ ഒരു ബെഡിൽ കിടക്കുകയാണ്. ഒരു ആസ്പത്രിക്ക് തന്നെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പുറയും ഇപ്പുറയും 2 ആൾ നിന്ന് പിടിച്ചിട്ട് വേണം ഒരു ഓട്ടോയിൽ കയറ്റണമെങ്കിൽ, ഒരു ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ. അങ്ങനത്തെ ഒരാൾക്കൊക്കെ എല്ലാ വിവരം അറിഞ്ഞിട്ടും ഇങ്ങനെ രാത്രിയിൽ 1 മണിക്കും 12 മണിക്കും നമ്പറുകൾ മാറ്റി മാറ്റി വിളിച്ച് അവരെ വേദനിപ്പിക്കുക എന്ന് വെച്ചാൽ സഹായം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഉപദ്രവം ഒന്ന് നിർത്തിക്കൂടെ? ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇത് എല്ലാ ആളുകളും ഒരുപോലെ, കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ നമ്പർ പബ്ലിക്കാക്കിയെന്ന് പറഞ്ഞാൽ അവർക്കൊരു സഹായം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്പർ പബ്ലിക്കാക്കിയത്. വേദന കൊണ്ട് ഇരിക്കാനും കടക്കാനും പറ്റാതെ, ഒന്ന് ചിരിക്കാനും പറ്റാതെ ഇരിക്കുന്ന ഒരു മനുഷ്യന്മാരോട് ഈ രാത്രിയിലൊക്കെ വിളിച്ച് ഇങ്ങനെ സൊള്ളാൻ വേണ്ടി ഇങ്ങനെ വിളിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾക്കൊന്നും മനസ്സാക്ഷിയില്ലേ? കാരണം പൈസക്ക് വേണ്ടിയാണ് നമ്പർ പബ്ലിക്കാക്കുന്നത്, സഹായം ചോദിക്കുന്നത്
എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിയാണ്. അവരെ നിവൃത്തികേട് കൊണ്ടാണ് അവർ ആ സഹായം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കൂലല്ലോ. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? ഈ രാത്രിയും പകലും ഒരേപോലെ വിളിച്ച് അവരെ ശല്യപ്പെടുത്തി ഫോൺ എടുക്കണടി ഞാൻ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കാം. അതിന് പകരം സഹോദരി, നിനക്ക് സുഖമാണോ, നിൻ്റെ അസുഖം കുറവുണ്ടോ, ആശുപത്രി പോയിരുന്നോ എന്നൊരു വാക്ക് ചോദിക്കുകയാണെങ്കിൽ എത്ര ഒരു സമാധാനം ഉണ്ടാവും. വേദനിക്കുന്ന മനസ്സുകളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഫോൺ കോളുകൾ അവസാനിപ്പിച്ചുകൂടെ? ആരായിരുന്നാലും നമ്മൾ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. പല വീഡിയോസുകളും ഞാനും കാണുന്നുണ്ട്. 4 സൈഡും പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച അകത്തൊരു കല്ല് വെച്ച് അടുപ്പുണ്ടാക്കിയിട്ട് അതിൽ ആഹാരം വെച്ച് കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പലവരുമായിട്ട് പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചികിത്സാ സഹായമായിട്ടും മറ്റു ഓപ്പറേഷൻ സഹായമായിട്ടും ഡ്രസ്സ് സഹായമായിട്ടും അതേമാതിരി ഭക്ഷണങ്ങൾ സഹായമായിട്ടും എല്ലാ വിധത്തിലും ഉള്ള സഹായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്, പലർക്കും കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സഹായമാകും എന്ന് വിചാരിച്ചിട്ടാണ് ഈ നമ്പർ ഈ സഹോദരി വെച്ചിട്ടുള്ളത്. അല്ലാതെ അവർക്ക് വിളിച്ച് സംസാരിച്ച് സമയം പോകാത്തത് കൊണ്ട് വെച്ചതല്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കാരണം അവർക്ക് വേദന കൊണ്ട് അവർ സഹികെട്ടിരിക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ ഒരു നമ്പർ ബ്ലോക്ക് ആക്കുമ്പോൾ അടുത്ത നമ്പറിൽ നിന്ന് വിളിക്കുക, പിന്നെ ഒരു നമ്പർ അതും ബ്ലോക്കാക്കി അടുത്ത നമ്പറിൽ നിന്ന് വിളിക്കുക, അതും കഴിയുമ്പോൾ നെറ്റ് കോളിൽ നിന്ന് വിളിക്കുക. കാരണം അത് ഏത് കോളാണ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ എല്ലാ സഹോദരന്മാരോടും ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ളവരെ വിളിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കല്ലേ. അവർ മനസ്സ് വേദനിച്ച് ശപിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ കുടുംബത്തിലേക്ക് വരും. അപ്പോൾ എല്ലാം അള്ളാഹു കാണുന്നുണ്ടല്ലോ. നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ സഹായിക്കണ്ട, പക്ഷേ ഇങ്ങനെയല്ലേ ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ എനിക്കിനി വേറൊന്നും പറയാനില്ല. കാരണം എനിക്ക് ആ സഹോദരി വിളിച്ചിങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ മറ്റെന്ത് പറയണം എന്നെനിക്ക് തോന്നില്ല. കുറേ ഞാൻ സമാധാനിപ്പിച്ചു. പിന്നെ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാം എന്ന് വിചാരിച്ചു. വലിയ റീച്ചൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയൊരാശയം ഏതെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. ശരി, എൻ്റെ വീഡിയോ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ല ബുദ്ധി മാത്രം അള്ളാഹു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും.